ഹലോ ഹായ് വെൽക്കം ടു എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങൾക്കുള്ളൊരു പേഴ്സണൽ റീഡിംഗ് ആണ്, യൂണിവേഴ്സ് ഗൈഡൻസ് ആണ് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്തു വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പൈൽ റീഡിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഗ്രൂപ്പ് നമ്പർ 1 ആണ് കേട്ടോ. ആൻഡ് ഇത് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾ കാർഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് കാർഡ് ചൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 ആൻഡ് ഇത് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക ഒരു സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഗ്രൂപ്പ് നമ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ള ആളുകൾ, ഓക്കെ, ഇതാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ 1 ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഗ്രൂപ്പ് നമ്പർ 1 ചൂസ് ചെയ്തിട്ടുള്ള ആളുകളുടെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ കറൻറ്റ് എനർജി ആൻഡ് സിറ്റുവേഷൻസ്, യൂണിവേഴ്സ് ഗൈഡൻസ്, ഓവറോൾ എനർജി എന്താണെന്നുള്ളത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലേക്ക് കൊണ്ടുവരിക. എനിക്ക് സക്സസ് എന്നൊരു കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ട്രാവലിംഗ് വന്നിട്ടുണ്ട്. കമ്പാരിസൺ ഒരു കാർഡും കൂടി എടുക്കാം. ഫുൾ കാർഡ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. ഓക്കെ, എനിക്ക് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഈ കാർഡ് കാണിച്ചു തരാൻ പറ്റില്ല, സോ ഞാനത് കമത്തി വെക്കുന്നുണ്ട്. ലവേഴ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 8 ഓഫ് സോർട്സ്, ഹൈ പ്രീസ്റ്റസ്, 9 ഓഫ് സോർട്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കാർഡ്സുകളിൽ എനിക്ക് ഫസ്റ്റ് വന്നത് സക്സസ് എന്നുള്ളൊരു കാർഡായിരുന്നു. സോ അതിന് ക്ലാരിറ്റി ആയിട്ട് നമ്മൾ എടുത്തപ്പോൾ നമുക്ക് ലവേഴ്സിൻ്റെ കാർഡാണ് വന്നത്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഇവിടെ സക്സസിൻ്റെ കാർഡ് വരുമ്പം അതിൻ്റെ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകും എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഒരു 2 കാർഡും കൂടി ഞാൻ എടുക്കുകയാണ്. ഹെർമിറ്റ് വന്നിട്ടുണ്ട്. സൺ കാർഡും വന്നിട്ടുണ്ട്. ഹെർമിറ്റും സൺ കാർഡും ആണ്. സോ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു സ്പിരിച്വൽ യൂണിയൻ ആണ്. അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തേക്കുന്ന 2 പേഴ്സൺസ് ആണ് നിങ്ങൾ രണ്ടുപേരും. ഒരു സോൾ കണക്ഷൻ ആണത്. അപ്പം ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതൊന്നും ഒരു എന്താ പറയുക, പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അതൊരു ടെമ്പററി മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അധികം നാളൊന്നും ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പോവില്ല. കാരണം ഇതൊരു ഡിവൈനിങ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇവിടെ ഒരു സോൾ കണക്ഷൻ വരുന്നുണ്ട്. ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. സ്പിരിച്വൽ യൂണിയൻ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് അവിടെ കാണുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ട്രാവലിംഗ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പം വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യാത്ത കാര്യങ്ങളില്ല. അല്ലെങ്കിൽ അവിടെ ഒരു ജോലി നോക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അത്രയും ലോങ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ലോങ് യാത്ര പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനവിടെ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾക്ക് യാത്ര പോവേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഒരു സക്സസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ ട്രാവലിംഗ് നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. സോ നൈറ്റ് ഓഫ് സോർട്സ് വരുന്ന സമയത്ത്
നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത്. ഓക്കെ, നമ്മൾ ട്രാവലിംഗ് പറഞ്ഞു. ട്രാവലിംഗ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ഞാൻ പറഞ്ഞല്ലോ പുറത്തോട്ട് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആരെങ്കിലും കാണാൻ വേണ്ടി പോകുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു സക്സസ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ വേണ്ടി പോവുകയാണ്. അത് ഫാസ്റ്റായിട്ട് സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു നിങ്ങളുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് മാറിപ്പോകുന്ന സമയത്ത് അത് നിങ്ങൾക്കൊരു ചേഞ്ച് ആയിരിക്കും. ആ ഒരു പ്ലേസിൽ നിങ്ങൾക്കൊരു ചേഞ്ച് ആയിരിക്കും. ചിലപ്പോൾ അവിടുത്തെ കൾച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ മെയിനായിട്ടും നൈറ്റ് ഔട്ട് സോഴ്സ് വരുമ്പം ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ബ്ലോക്കും കൂടി ഉണ്ട്. അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചിലപ്പം ഒരു രീതികൾ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ നിത്യജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർഡറായി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ചേഞ്ച് സംഭവിക്കുമ്പം നിങ്ങൾക്കതൊരു ബ്ലോക്കായിട്ട് തോന്നിയേക്കാം. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇത് ഇങ്ങനെയുള്ളൊരു ചേഞ്ച് ഇവിടെ ഉണ്ടാവാൻ കാരണം ഒരു വ്യക്തി ആയിരിക്കാം എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കൊരു വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള അംബീഷൻ ഉണ്ടാകാം. അപ്പോൾ ആ അംബീഷൻ ആയിരിക്കാം ഈ ട്രാവലിംഗ് എന്നൊരു കാർഡ് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. അതായത് നിങ്ങൾക്കൊരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു, പെട്ടെന്നൊരു ചേഞ്ച്, അതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ് എന്നുള്ള രീതിയിലാണ് അത് കാണുന്നത്. അതൊരു വ്യക്തി കാരണമാണ് എന്നുള്ള രീതിയിൽ കാണുന്നു. അതുപോലെ ചിലപ്പോൾ നിങ്ങളൊരു യങ് ആയിട്ടുള്ള മാൻ ഓർ വുമൺ ആയിരിക്കാം. കറക്റ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അംബീഷൻ നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളായിരിക്കാം. അതുപോലെ ആത്മവിശ്വാസം കൂടുതൽ, ധൈര്യം കൂടുതലുള്ള ഒരാളായിരിക്കാം. സോ നിങ്ങൾ എങ്ങനെയുള്ള പേഴ്സൺ ആണെങ്കിലും ഇവിടെ നിങ്ങളുടെ ആ ചേഞ്ച് സംഭവിച്ചേക്കാം. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളൊരു കാർഡ് കമ്പാരിസൺ എന്നൊരു കാർഡാണ്. സോ ഈ ട്രാവലിങ്ങിൻ്റെ തൊട്ടുപുറത്ത് കമ്പാരിസൺ എന്നൊരു കാർഡും അതിന് ക്ലാരിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് 8 ഓഫ് സൂട്ട്സ് എന്നൊരു കാർഡാണ്. അപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു നിങ്ങൾക്കൊരു ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത്. അത് ചിലപ്പം ചില വ്യക്തികൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ നിത്യമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിത്യേന പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ നിന്നുള്ളൊരു മാറ്റം, അത് ഏത് തരത്തിലുള്ള മാറ്റം വേണമെങ്കിലും ആകാം. സോ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ 8 ഓഫ് സോട്ട്സിൻ്റെ എനർജിയിലേക്ക് പോകും. അതായത് 8 ഓഫ് സോട്ട്സിൻ്റെ എനർജി എന്ന് പറയുമ്പം കമ്പാരിസൺ ആണ്. നിങ്ങൾക്ക് വളരെയധികം ആൻസൈറ്റി ഉണ്ടാവുക, ഉത്കണ്ഠ ഉണ്ടാവുക, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ബ്ലോക്കേജുകൾ തോന്നുക, നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓവർ തിങ്കിങ് ഉണ്ടാകും. നിങ്ങളുടെ ഈ ഓവർ തോട്ട്സ് കാരണം നിങ്ങൾക്ക് ഒരു സ്റ്റക്കായിട്ടുള്ളൊരു എനർജി നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്കത് ഫീൽ ചെയ്യേണ്ടി വരും. ഇവിടെ നിങ്ങളുടെ അടുത്ത് ഡിവൈൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ മാറ്റാനുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആണ്. പക്ഷെ ആ ചേഞ്ചിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ആ ചേഞ്ചിലൂടെ കടന്നു പോകാനുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റക്കായിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ടുള്ള എനർജി വരുമ്പം അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു വഴി ഉണ്ടാകും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അടുത്ത് ഡിവൈൻ പറയുന്നത് എന്താണ്? നിങ്ങൾ തന്നെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിൽ നിന്നും ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൻസൈറ്റി, നിങ്ങൾക്ക് പേടി ഉണ്ടാവുക, ഇങ്ങനെ സ്റ്റക്കായിട്ട് പോവുക, ഒരുപാട് ചിന്തിച്ചിരിക്കേണ്ടി വരും, ഇങ്ങനെയുള്ള എനർജിയിൽ നിന്നും റിമൂവ് ആയിട്ട് വരാൻ വേണ്ടി സാധിക്കും. പക്ഷേ നിങ്ങൾ അതിന് അധ്വാനിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പരിശ്രമിക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് അടുത്തതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫൂൾ കാർഡാണ്. സോ ഈ ഒരു ഫൂൾ കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് എന്തായാലും ഉണ്ടാവാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും നാളും ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വളരെ പോസിറ്റീവായിട്ട് കിട്ടി, സക്സസ് എന്ന് കിട്ടി, നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് നമ്മൾ കണ്ടു. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു പോസിറ്റീവ് വൈബ്രേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് കാർഡ്സാണ് എനിക്കിവിടെ ഓവറോൾ കിട്ടിയിട്ടുള്ളത്. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക്. അപ്പം ഈ ഒരു ഫൂൾ കാർഡ് എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ് ആണ്, പുതിയൊരു തുടക്കമാണ്. പക്ഷേ ഈ ഒരു പുതിയ തുടക്കത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ക്ലാരിറ്റി ആയിട്ട് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും, ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആവുന്ന ആളുകളായിരിക്കാം. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഭയങ്കരമായിട്ടും ആ ഇമോഷണലി ആയി പോവുക, അവിടെ നിങ്ങൾ സ്റ്റക്കായി പോവുക, അവർക്ക് സൊല്യൂഷൻസ് കൊടുക്കുക, അങ്ങനെയുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സൈക്കിക് എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്പിരിച്വാലിറ്റിയുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണക്റ്റ് ആവാൻ പറ്റുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ ഇപ്പം
ആർക്കെങ്കിലും നിങ്ങളടുത്ത് സങ്കടങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഒരു മനസ്സമാധാനമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കും, നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി ഹീലായിട്ടുണ്ടാവും. അവർക്ക് എന്തോ ഒരു ഭാരം ഒഴിഞ്ഞു പോയതുപോലുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. മേ ബി അവരത് നിങ്ങളടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രസൻസ് ചില ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാണ്. അതൊരു ദൈവിക എന്താ പറയുക, നമ്മളൊരു സിദ്ധി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു സൈക്കിക് എബിലിറ്റിയാണ്. അത് എല്ലാവർക്കും ആ ഒരു കഴിവ് ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങളുടെ ഈ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പം അത് അവർക്ക് ഇങ്ങനെ ഹീലിംഗ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് നെഗറ്റീവായി പോകും. നിങ്ങൾ ഡൗൺ ആയി പോകും. നിങ്ങൾക്ക് അലസതയുണ്ടാവും, നിങ്ങൾക്ക് മടി വരും, നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ബ്ലോക്കുകൾ സംഭവിക്കും. മറ്റുള്ളവരെ കേൾക്കുന്നതും മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കുന്നതും നിങ്ങൾ കാരണം ഒരാൾക്ക് സമാധാനം കിട്ടുകയാണെങ്കിൽ അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമോഷണലി നിങ്ങൾ കണക്ട് ആവാതിരിക്കുക. സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും ഓട്ടോമാറ്റിക്കലി ഇമോഷണലി കണക്ട് ആവും. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക. ഇമോഷണലി നിങ്ങൾ നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ഡൗൺ ആയി പോവാതിരിക്കാൻ നിങ്ങൾ തന്നെ സ്വയം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കേൾക്കുക. ഇനിയിപ്പോൾ കേട്ട് കഴിഞ്ഞാലും അതിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാതെ പുറത്തോട്ട് അതിനെ കളയുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പല ആളുകളും അഭിപ്രായങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, അതായത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് കിട്ടുമ്പോൾ തന്നെ ചില ആളുകൾക്ക് മനസ്സിലാകും. അപ്പം അവരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ പല അഭിപ്രായത്തിലും അവർ കൈയടക്കും. നിങ്ങൾ വളരെ പ്യുവർ മനസ്സുള്ള ഒരാളാണെങ്കിലും പലരും നിങ്ങൾക്ക് അഭിപ്രായം തരും. നിങ്ങൾ ചിലപ്പം അങ്ങനെ നോ പറയാനൊക്കെ മടിയുള്ള ഒരാളായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണിത്. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത്, ആ ഓപ്ഷൻസ് എന്താണോ അത് മാത്രം നിങ്ങൾ കേൾക്കുക. പറയുന്നവർ പറയട്ടെ, നിങ്ങൾക്ക് കേൾക്കാം, പക്ഷേ ഡിസിഷൻ നിങ്ങൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓവറോൾ സക്സസ്സുകളാണ് യൂണിവേഴ്സ് തരുന്നത് അല്ലെങ്കിൽ ഡിവൈൻ തരുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എനിക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് പോലും 9 ഓഫ് സൂട്ട്സിൻ്റെ എനർജിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും റിഗ്രറ്റ് തോന്നുക, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും പശ്ചാത്താപം വരിക, കുറ്റബോധം വരിക, നിങ്ങൾക്ക് സങ്കടങ്ങൾ വരിക, ഇമോഷണലി ഡൗൺ ആയി പോവുക, ഡിപ്രസ്ഡ് ആയി പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള ആളുകളായിട്ട് നിങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് നിങ്ങൾ മനസ്സിലാക്കുക. അതിനെ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കുകയോ നെഗറ്റീവായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നേരെ ഗ്രൂപ്പ് നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ കാർഡ് ഇതായിരുന്നു. അപ്പോൾ ഈ കാർഡ് ചൂസ് ചെയ്ത ആളുകളുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ എനർജി, സിറ്റുവേഷൻസ് ആൻഡ് യൂണിവേഴ്സ് ഗൈഡൻസ് മെസ്സേജ് എന്താണ്? ഹെഡേക്ക് ആൻഡ് ലോസ് ആണ് ഫസ്റ്റത്തെ കാർഡ്. ഹാർട്ട് ചക്ര വന്നിട്ടുണ്ട്. വിക്ടറി ആൻഡ് സക്സസ്. പാർട്ട്ണർഷിപ്പ് ആൻഡ് അലൈനസ് വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് റെസ്റ്റ് ആൻഡ് റെജിമെൻ്റ് ആണ്. ആൻഡ് നമുക്കിതിന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ടാരോ കാർഡ്സും കൂടി എടുക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ. ഡബിൾ കാർഡ് കാണിച്ചു തരാൻ പറ്റില്ല, സോ ഞാനത് മലർത്തി വെക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റും കാണിച്ചു തരാൻ പറ്റില്ല, ഞാനത് മലർത്തി വെക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻഡക്കിൾ റിവേഴ്സ്ഡ് ആണ്. ക്യൂൻ ഓഫ് സോഡ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. ഓക്കെ, ഒരു ജഡ്ജ്മെൻറ്റ്, ഒരു ജസ്റ്റിസ് സ്റ്റേജ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ് ഹെഡേക്ക് ആൻഡ് ലോസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. സോ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ ചേഞ്ചിൻ്റെ സമയമാണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ സമയം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരു ചേഞ്ചിൻ്റെ സമയമാണ്. ഈ ചേഞ്ച് എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ, പാവപ്പെട്ടുള്ള ആളുകൾ ഇപ്പം ദുരിതം അനുഭവിക്കുന്നു, അല്ലെങ്കിൽ
ഫിനാൻഷ്യലി ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഇല്ല നിങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പണം ലഭിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചുകൾ, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾ, സന്തോഷകരമായ ചേഞ്ചുകൾ സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സമയം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണോ, ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ഒരു അവസ്ഥ എന്താണോ, ആ അവസ്ഥയിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് മാറ്റം സംഭവിക്കുന്നു. ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കൂടെ ഹെഡേക്ക് ആൻഡ് ലോസ് വന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഇത്ര നാളും സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ഒരു ലൈഫ് റൂട്ടീൻ അല്ലെങ്കിൽ ലൈഫിലെ ഓരോ കാര്യങ്ങൾ, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ തലകീഴായിട്ട് സംഭവിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ തലവേദന ഉണ്ടാകും, നിങ്ങൾക്ക് ലോസ്, ഓക്കെ, തോൽവി തോന്നാം നിങ്ങൾക്ക്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പം ഇങ്ങനത്തെ അവസ്ഥയിൽ ഇല്ലാത്ത ആളുകൾ ഇപ്പം ഓൾറെഡി ഇപ്പം ഇങ്ങനെ തന്നെ ഭയങ്കര ലോസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നു. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഹാർട്ട് ചക്ര ആൻഡ് ഡെബിൾ കാർഡാണ്. ഈ ഒരു ഡെബിൾ കാർഡും ഹാർട്ട് ചക്രയും വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് എന്ന് പറയാം. അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ വീൽ ഓഫ് ഫോർച്യൂണിൽ പറഞ്ഞു. അപ്പം മാറിക്കൊണ്ടേയിരിക്കും, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും പലതരത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, ഓപ്പോസിറ്റ് വേർഷൻ ആയിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ചില സമയത്ത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ബ്ലോക്ക് ആവുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഷാഡോ സെൽഫ് വരും, ഉള്ളിൽ ഷാഡോ സെൽഫ് വരും. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു നെഗറ്റീവ് പോർഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അതായത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ കൂടുതലായിട്ടുള്ള ആളുകളുടെ എനർജിയിലും നിങ്ങൾ കുറച്ചൊന്ന് എന്താ പറയുക, നിങ്ങളുടെ സമയം കുറച്ച് മോശമായി കാണേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് കാണുന്നത്. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് സമയം തിരിഞ്ഞു വരും. പിന്നെയും നിങ്ങൾക്ക് അതേ സംഭവങ്ങൾ അതിങ്ങനെ റൊട്ടേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. പക്ഷേ ഈ ഫസ്റ്റ് തന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വരുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകൾ, അവിടെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്യുവർ സ്നേഹം അല്ലെങ്കിൽ വളരെ ജെനുവനായിട്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഇവിടെ ഉണ്ട്. ഇതിനൊരു സൊല്യൂഷൻ പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ സമയം മാറിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ നാട് ബേസ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ജനന സമയം അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നത്. അപ്പം അതിനൊരു സൊല്യൂഷൻ നമുക്ക് നോക്കാം. കാരണം ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പം ഇതിൽ 10 എന്ന നമ്പറാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ 10 എന്ന നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, പൂർത്തീകരണമാണ്, അതായത് ഫുൾഫിൽമെൻ്റ് ആണ്. ഈ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ചേഞ്ച് സംഭവിക്കുന്നു, അതിങ്ങനെ റൊട്ടേറ്റഡ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. സെക്കൻഡ് കാർഡിൽ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ സ്ട്രഗ്ലിംഗ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഒരു പൂർത്തീകരണമാണ് ഉള്ളതെന്നുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ 2 തരത്തിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പം ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരു പൂർത്തീകരണം പോലെ വന്നു ചേരും. അതിനുശേഷം പിന്നെയും നിങ്ങൾക്ക് എന്താകും, അത് കുറച്ചും കൂടി സ്ട്രഗിളിങ്ങിലേക്ക്, ഡൗൺ എനർജിയിലേക്ക് പോകും. എഗെയിൻ ഒന്നും കൂടി വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ള ഒരു റൊട്ടേഷനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതാണ് പൂർത്തീകരണം. അതിലൂടെ നിങ്ങൾ പൂർത്തീകരണത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ഹാർട്ട് ചക്ര ബ്ലോക്ക് അല്ലെങ്കിൽ ഇവിടെ ഡബിൾ എനർജി എങ്ങനെ തടയാം എന്നുള്ളൊരു ഗൈഡൻസ് നമുക്ക് എടുത്തു നോക്കാം. എങ്ങനെ തടയാം, നിങ്ങൾക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ്? എനിക്ക് 2 of Wands കിട്ടിയിട്ടുണ്ട്. 7 of Cups കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ചിലപ്പം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സമയം അനുകൂലമല്ലാത്തത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ചിലപ്പോൾ നിങ്ങളുടെ ജനന സമയം അല്ലെങ്കിൽ നാള് ബേസ് ചെയ്തിട്ടായിരിക്കാം. സോ സിറ്റുവേഷൻ ഒന്ന് അക്സെപ്റ്റ് ആക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിലും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും എന്നുള്ളത് കാണുന്നുണ്ട്. 2 of Wands വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊരു ഭൂമിയുടെ ചിത്രമാണ്. നിങ്ങൾ അത് നോക്കി നിൽക്കേണ്ടി വരും എന്നുള്ളത്. അതായത് എങ്ങനെയാണോ നിങ്ങൾ സിറ്റുവേഷൻ ഒരു ഫ്ലോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഗൈഡൻസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 7 of Cups വരുമ്പം നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ എനിക്ക് അതിന് മുൻപേ ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് എന്നൊരു കാർഡ് 3rd വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ക്ലാരിറ്റി ആയിട്ട്
ജഡ്ജ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ജഡ്ജ്മെൻറ്റ് വരുമ്പം വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, നിങ്ങൾക്കുള്ള കർമ്മയായിട്ടും പറയാതെ. ഓക്കെ, നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ള ഒരു കർമ്മയുടെ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കർമ്മ ബേസ് ചെയ്തുകൊണ്ടുമാണ് നിങ്ങൾ ഇങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സോ നിങ്ങൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾ ചെയ്യേണ്ട കർമ്മകൾ അതെല്ലാം ചെയ്ത് തീർക്കുക. ഓക്കെ, നമ്മൾ ഓരോ ജന്മം ജനിക്കുന്നതും കർമ്മകൾ വീട്ടാൻ വേണ്ടിയിട്ടാണ്. സോ അതെല്ലാം അത് തിരിച്ചറിയുന്നതിനനുസരിച്ച് അത് അക്സെപ്റ്റ് ചെയ്ത് ഇത് നിങ്ങൾ തീർക്കേണ്ട കർമ്മയാണ്, നിങ്ങൾക്കുള്ള കർമ്മയാണ്. ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പ്രതിഫലമാണത്. ഓക്കെ, അതായത് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടുന്നു, നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പം ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥകളെല്ലാം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെ മാറി മറിഞ്ഞാലും മനസ്സിലാക്കുക, ഈ കർമ്മ എന്ന് പറയുന്നത്, ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്, ഒരു ക്ലോക്ക് പോലെയാണ്. അതിന് എൻഡും ഉണ്ട്, അതിന് തുടക്കമുണ്ട്, അവസാനമുണ്ട്. അപ്പം അവസാനമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊരിക്കലും ലൈഫ് ലോങ് പോകുന്നൊരു കാര്യമേ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് എനിക്കിവിടെ വിക്ടറി ആൻഡ് സക്സസ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ എന്ത് സിറ്റുവേഷൻസ് ഉണ്ടായിക്കോട്ടെ അതിൻ്റെ ഇരട്ടി സക്സസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു കർമ്മ ഈ ജന്മത്തിൽ നിങ്ങളത് വീട്ടുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഈ ജന്മത്തിൽ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ഹാപ്പിനെസ് അതിൻ്റെ ഒരു മെഡിസിൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. ആൻഡ് തേർഡ് അവസാനം നമുക്ക് കിട്ടിയിട്ടുള്ളത് പാർട്ട്ണർഷിപ്പ് ആൻഡ് അലൈൻമെൻസ് എന്നൊരു കാർഡാണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾ ഒരുപാട് കാർമിക് പേഴ്സൺസിനെ നിങ്ങൾ മീറ്റ് ചെയ്യേണ്ടി വരും. സോ അവിടെയും നിങ്ങൾക്ക് കർമ്മകൾ വീട്ടേണ്ടി വരും, അവിടെയും സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇത്രയേ ഉള്ളൂ, ഇത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതെൻ്റെ ലൈഫിലേക്ക് വന്ന് ഇത്രയും സ്ട്രഗ്ലിംഗ് അവസ്ഥ എനിക്ക് തരുന്നത്, ഞാൻ ഇത്രയും അവസ്ഥകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എൻ്റെ കർമ്മ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് സക്സസ്സുകൾ തരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആയിരിക്കും. ഓക്കെ, രണ്ട് വശം നിങ്ങൾ മനസ്സിലാക്കുക. ഈ അവസാനത്തെ കാർഡിൽ നമുക്ക് പേജ് ഓഫ് പെൻഡക്കിളാണ് ഇവിടെ ക്ലാരിറ്റിക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു ഓൺ ആൻഡ് ഓഫ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെങ്കിൽ ആ ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്നത് ഒരിക്കലും വിട്ടുപോകുന്ന റിലേഷനായിട്ടല്ല കാണിച്ചു, നിങ്ങളുടെ കൂടെ തന്നെ അവസാനം വരെ ലൈഫ് ലോങ് കൂടെ തന്നെയുള്ള ബന്ധങ്ങളായിരിക്കും നിങ്ങളിലേക്ക് എത്തിപ്പെടുക. പക്ഷെ അവിടെ വീട്ടേണ്ട ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം അവർ കോള് ബ്ലോക്ക് ചെയ്തോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്ത് പോയിക്കോട്ടെ, എങ്ങനെ എന്താണെങ്കിലും അതൊരു ടെമ്പററി ആയിട്ട് മാത്രം കറങ്ങി കളിക്കത്തേ ഉള്ളൂ. തിരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ ആ ഒരു പാർട്ട്ണർഷിപ്പ് വന്നെത്തും എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ആ ഒരു പേഴ്സൺ വന്നെത്തും എന്നുള്ളതാണ്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ക്യൂൻ ഓഫ് സോർട്സ് നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നിങ്ങളൊരു ജസ്റ്റിസ് സ്റ്റേജിലാണ്, ഒരു ജഡ്ജ്മെന്റ് സ്റ്റേജിലാണുള്ളത്. ഓക്കെ, ഇപ്പം നിങ്ങളത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അതൊരു സമയമാകുമ്പോൾ മറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 2ൻ്റെ റീഡിങ്ങിനകത്ത് നമുക്ക് ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങളുടെ അവസ്ഥകൾ ബേസ് ചെയ്തിട്ടാണ്. അവിടെ നെഗറ്റീവും വരുന്നുണ്ട് പ്ലസ് പോസിറ്റീവ്, രണ്ട് ഈക്വൽ ആയിട്ടാണ് എനിക്കിവിടെ കണ്ടിട്ടുള്ളത്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച് വെക്കേണ്ട കാര്യമില്ല, അതിനെ വിട്ട് കളയുക. ഓക്കെ, അതിനെ മാത്രം ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല. അതിൽ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ടും ഇതിനുള്ളൊരു ഗൈഡൻസ്, ഇപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ റെസ്റ്റ് ആൻഡ് റെജുവൻ്റ് ആണ്. അതായത് നിങ്ങൾ റെസ്റ്റ് എടുക്കുക, കുറച്ച് സമയം എടുക്കുക. ഓക്കെ, ആ ഒരു സമയം കഴിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക. ആ ഒരു സമയത്തിൽ നിങ്ങൾക്ക് തോന്നുമല്ലോ, ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അവസ്ഥകൾ വരുന്ന സമയത്ത് അതിൻ്റെ ഫ്ലോയിൽ തന്നെ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, നിങ്ങളെ മാത്രം നിങ്ങൾ ഓക്കെ ആക്കി വെക്കുക. ആ അവസ്ഥ എന്തായാലും മാറിയും എന്നുള്ളതാണ്. അപ്പോൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് റെസ്റ്റാണ് മെയിൻലി ഇവിടെ പറയുന്നത്. കുറച്ച് സമയം കൊടുക്കുക.